പത്തനംതിട്ട റാന്നിയിൽ മരിച്ച 1-ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. റാന്നി മാർത്തോമ ആശുപത്രിക്കെതിരെയാണ് ഉത്തരവ്. ചികിത്സാ പിഴവ് മൂലമാണ് കുട്ടി മരിച്ചത് എന്ന് തെളിഞ്ഞതിന് പിന്നാലെയാണ് നടപടി. ആശുപത്രി അധികൃതർക്കും ഡോക്ടർക്കും എതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കാനും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് കുട്ടി മരിച്ചത്. CK അഭിലാലുണ്ട്. അഭിലാൽ, വിവരങ്ങൾ. പരാതിക്കിടയാക്കിയ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ്. പ്ലാങ്കവൺ ഗവൺമെൻറ് LP സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള മയിലാടുപാറ വീട്ടിൽ വിജയൻ സൂസമ്മ ദമ്പതികളുടെ 5.5 വയസ്സ് പ്രായമുള്ള ആരോൺ വി വർഗീസാണ് മരണമടയുന്നത്. സ്കൂളിൽ കുട്ടികൾക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കെ വീണിന് കൈക്ക് പരിക്കേറ്റ കുട്ടിയെ വിവരമറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കളെത്തി കൂട്ടിക്കൊണ്ടു പോവുകയും തുടർന്ന് റാന്നി മർത്തോമ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമാണ് ഉണ്ടായത്. രാത്രി തന്നെ കുട്ടിയുടെ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും പിന്നീട് ആരോഗ്യസ്ഥിതി മോശമാവുകയും കോഴഞ്ചേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് രാത്രി വൈകി എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയുമാണ് ഉണ്ടായത്. കുഞ്ഞിന് അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് മരണകാരണമെന്നുള്ളത് അന്ന് തന്നെ രക്ഷിതാക്കൾ ആരോപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷൻ വിവിധ തരത്തിലുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തി വിഷയം പരിശോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്ക് അടിസ്ഥാനമുണ്ടെന്നും കുഞ്ഞിന് അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് മരണകാരണമായിട്ടുള്ളതെന്നും കണ്ടെത്തിയിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ ആശുപത്രി അധികൃതർക്ക്, അതായത് റാന്നി മർത്തോമ ആശുപത്രി അധികൃതർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, ഇതിൽ ആശുപത്രി അധികൃതരെ സഹായിക്കുന്നതിന് വേണ്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതരമായ പിഴവ് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു. മാത്രമല്ല, കുഞ്ഞിനെ പരിശോധിച്ച ശിശുരോഗ വിദഗ്ധന് കേരളത്തിൽ ചികിത്സിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അതായത് ഇതര സംസ്ഥാനത്തു നിന്നുള്ള ആളാണ്. കേരളത്തിൽ ചികിത്സിക്കണമെങ്കിൽ ട്രാവൻകൂർ കൊച്ചിൻ രജിസ്ട്രേഷൻ വേണം. ഈ ഡോക്ടർക്ക് അത്തരത്തിലൊരു രജിസ്ട്രേഷൻ ഇല്ലായിരുന്നു എന്നും അതോടൊപ്പം തന്നെ കൈക്ക് പരിക്കേറ്റ കുഞ്ഞിന് എന്ത് അടിയന്തര സാഹചര്യത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയത് എന്ന അടക്കമുള്ള വിഷയത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ ഡോക്ടർക്കോ അതോടൊപ്പം തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആർക്കോ കഴിയാത്ത സ്ഥിതിയുണ്ട്. ചുരുക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ഡോക്ടർക്കെതിരെയും ആശുപത്രി അധികൃതർക്കെതിരെയും കേസെടുക്കണമെന്ന് കൂടി കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ എന്തു സ്വീകരിച്ചു എന്നുള്ളത് റാന്നി മർത്തോമ ആശുപത്രി അധികൃതരും ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ കളക്ടറും 1 മാസത്തിനുള്ളിൽ കമ്മീഷന് റിപ്പോർട്ട് നൽകണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്.